യെസ്, എൻ്റെ നാട്ടിൽ നിന്ന് നേരെ മൈസൂരേക്ക് പോകുന്ന KSRTC ഉണ്ട് കേട്ടോ. നമുക്ക് തലശ്ശേരിയിൽ നിന്ന് തുടങ്ങിയിട്ട് അത് നേരെ മൈസൂരേക്ക് പോകുന്ന റൂട്ട് എൻ്റെ നാടായ ചൊക്ലി, അത് പെരിങ്ങത്തൂർ, നാദാപുരം, കല്ലാച്ചി, കക്കട്ട്, കുറ്റ്യാടി, തൊട്ടിൽപ്പാലം, അതുവഴി നേരെ എന്താക്കും മാനന്തവാടി, ബാവലി വഴി നേരെ മൈസൂരേക്ക്. അപ്പോൾ ആ ബസ്സിൽ ഇന്ന് യാത്ര പോവുകയാണ് ഗൈസ്. ഓക്കെ, നല്ല അടിപൊളി യാത്രയായിരിക്കും വിചാരിക്കുന്നത്. നമുക്ക് നോക്കുക കേട്ടോ. മൈസൂർ ബസ് ഇപ്പം 7 മണിക്ക് എത്തും. തലശ്ശേരി 6:45 വിട്ടതാണ്. 7 മണിക്ക് ചൊക്ലി ടൗൺ എത്തുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചൊക്ലി ടൗണിൽ വെയിറ്റ് ചെയ്യാണ് ബസ് വരട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ബസ് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബസ്. മൈസൂർ പുതിയ ബസ് കേട്ടോ, പുതിയ മോഡൽ ബസ്സാണ്, മാറിയുണ്ടാകും. മൈസൂർ മാനന്തവാടി, ബാവലി വഴി മൈസൂർ നമ്മുടെ ബസ്സിലേക്ക്. അമ്മ ഗൈസ്, KSRTC പണ്ടത്തെ പോലത്തെ KSRTC ഒന്നുമില്ല കേട്ടോ. കയറുമ്പോൾ തന്നെ അടിപൊളി പാട്ടല്ല അതിൻ്റെ അകത്തുള്ള സംഭവം പൊളി തന്നെ കേട്ടോ. പണ്ടത്തെ KSRTC എന്ന് പറയാനേ പറ്റില്ല. സീറ്റെല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു വീഡിയോ ഇതിന് മുമ്പ് ഇതേ ബസ് മാനന്തവാടിയിലേക്ക് വന്ന ബസ്, മൈസൂരേക്ക് വന്ന ബസ്സിൽ സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അമ്മാതിരി കൺജസ്റ്റഡ്. ഇപ്പം നോക്കിയിട്ട് സീറ്റ് അടിപൊളി. രണ്ടാൾക്ക് നല്ല തടിച്ചുള്ള ആൾക്ക് പോലും നല്ല സ്വന്തമായിട്ട് ഇരിക്കാൻ പറ്റിയ സീറ്റ്. മൂന്നാൾക്ക് ഇരിക്കാൻ അതും സൂപ്പറായിട്ട് കേട്ടോ. നല്ല സ്പേസ് ആക്കിയിരുന്നു മൊത്തത്തിൽ. അതുപോലെ ലെഗ് സ്പേസ് നല്ല കാലെല്ലാം നീട്ടി വെച്ച് യാത്ര. KSRTC പണ്ടത്തെ KSRTC അല്ല പൊന്ന് ചങ്ങായിമാരെ, സത്യമായിട്ടും ലോങ് യാത്രയ്ക്ക് ഇപ്പം KSRTC വളരെ അടിപൊളി. ഈ ബസ്സിന് ഇപ്പം ഈ KSRTC നമ്മൾ പണ്ടെല്ലാം കയറി കഴിഞ്ഞാൽ ഒരു കുലുക്കവും ആകുമ്പോൾ ബഹളം എല്ലാം ഉണ്ട്. അതൊന്നുമില്ല കേട്ടോ. നല്ല സ്മൂത്ത് ഡ്രൈവിങ്, സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇപ്പം മൊത്തം മാറി, ജീവനക്കാർ മാറി, എല്ലാവരും നല്ല പെരുമാറ്റവും. എന്താ മോനെ സെറ്റപ്പ് ബസ്സിൽ. പണ്ടത്തെ എന്താ പറയുക, പണ്ടത്തെ KSRTC അല്ല സത്യമായിട്ടും. അതിന് കഴിവുള്ളൊരു മന്ത്രി തന്നെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. ഗണേഷ് കുമാർ എന്നുള്ള വ്യക്തിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഇനിയിപ്പോൾ എന്ത് തന്നെ അലിഗേഷൻ, എന്ത് തന്നെ മൂപ്പരം വയറിലുണ്ടായാലും എന്ത് തന്നെ ആയാലും KSRTCനെ ഭരിക്കാൻ പറ്റിയ മന്ത്രി ഗണേഷ് കുമാർ തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് CCTV ക്യാമറ ഉണ്ട്, അതുപോലെ TV ഉണ്ട്, എന്നാൽ വേണ്ടെങ്കിൽ എല്ലാ സൗകര്യവും ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് നമുക്കിപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു ബട്ടൺ ഉണ്ട്, അത് ഹെൽപ്പ് എന്നുള്ള ബട്ടൺ. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവർക്ക് അതിനുള്ള ഇൻഫർമേഷൻ പാസ്സാവും. എന്തെല്ലാം സെറ്റപ്പാണ് നോക്കി സംഭവം കിട്ടില്ല. അതുപോലെ ലഗേജ് വെക്കേണ്ട സ്പേസും കൂട്ടിയിട്ടുണ്ട്. മുമ്പ് നമുക്ക് കുറച്ച് വലിയ ബാഗെങ്കിൽ പോകില്ല അതിൻ്റെ ഉള്ളിലേക്ക്. ഇപ്പോൾ അതും സെറ്റപ്പാക്കിയിട്ടുണ്ട്. എല്ലാം കൊണ്ട് അടിമുടി മാറ്റം തന്നെയാണ് ബസ്സിൻ്റെ. സത്യം പറഞ്ഞാൽ ബസ് ഇങ്ങനത്തെ ലോങ് യാത്രയ്ക്ക് ഇപ്പം KSRTC നല്ല സത്യമായിട്ടും. പ്രൈവറ്റ് ബസ് നല്ലതല്ല എന്നല്ല പറഞ്ഞത്. പ്രൈവറ്റ് ബസ് ഇപ്പോൾ ടൂറിസ്റ്റ് ബസ് ഇതേപോലെ ടൂറിസ്റ്റ് ബസ്സിന് കുറച്ച് ചാർജസ് കൂടുതലായിരിക്കുമല്ലോ. KSRTC താരതമ്യേന ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് മൈസൂരേക്ക് 250 റുപ്യ മേടിച്ചത് കേട്ടോ. 250 റുപ്യക്ക് ഓക്കെ അല്ലേ? 5 മണിക്കൂർ 6 മണിക്കൂറത്തെ യാത്ര തന്നെ ഉണ്ട്. ബാക്കിലൊരു ബസ് വരുന്നുണ്ടെങ്കിൽ ഇതിപ്പം നമ്മൾ ഓൾറെഡി മാനന്തവാടി ചുരത്തമ്മ കയറി തൊട്ടിൽപ്പാലം കറക്റ്റ് എനിക്കൊന്ന് 8 മണിക്കാണ് തൊട്ടിൽപ്പാലം എത്തിയെന്ന് തോന്നുന്നു. 1 മണിക്കൂറോട് തൊട്ടിൽപ്പാലം എത്തി കേട്ടോ. മാനന്തവാടിയിൽ നിന്ന് അത് കോഴിക്കോട് നിന്ന് മാനന്തവാടിക്ക് പോകുന്ന ബസ്. അത് ഉള്ളിയേരി കുറ്റ്യാടി വഴി വരുന്ന ബസ്. അത് ഉള്ളിയേരി കുറ്റ്യാടി തൊട്ടിൽപ്പാലം വഴി മാനന്തവാടിക്ക് പോകുന്ന ബസ്സാണ് നമ്മൾ ബാക്കിൽ തന്നെ വരുന്നത്. ഓക്കെ, അത് പഴയ മോഡൽ ബസ്സാണ്. അത് പക്ഷേ ഇത് പുതിയ മോഡൽ ഫാസ്റ്റ് പാസഞ്ചർ, മറ്റേ എന്താ പറയുക, പുതിയ മോഡൽ ബസ്സാണ്. ഓക്കെ, അപ്പം ഇതിപ്പോൾ നമ്മൾ മാനന്തവാടി ചുരത്തുമ്മലുണ്ട്. നല്ല മൂടൽ മഞ്ഞുണ്ട്. വയനാട്ടിൽ കയറുമ്പോൾ എന്ത് തന്നെയാലും എപ്പോൾ ആയിക്കഴിഞ്ഞാലും സംഭവം തണുപ്പ് തന്നെയാണ്. ഇനി കേരളത്തിൽ ഏത് സ്ഥലത്ത് പോയാലും ചൂടാണെങ്കിലും വയനാട്ടിൽ തണുപ്പ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മാനന്തവാടി ബസ് സ്റ്റാൻഡിലെത്തി ഗൈസ്. ഓക്കെ, ബസ് സ്റ്റാൻഡിൽ കണ്ട ഹെഡ് നിൽക്കുന്നുണ്ട് ഈ KSRTC. ഒന്നൊന്നര സെറ്റല്ലേ. പഴയ KSRTC നോക്കി, ആ കോലം നോക്കി, അത് തലശ്ശേരിക്ക് വന്ന് വണ്ടിയാണ് കേട്ടോ. പക്ഷെ നമ്മളെ KSRTC നോക്കിയിട്ട് എന്താടാ ലുക്ക്, മനേലെ കിടില ലുക്കാണ് കേട്ടോ. അത് കഴിവുള്ള ആൾക്കാർ തന്നെ ഭരിക്കണം സത്യമായിട്ടും. KSRTC പൊളിച്ചടുക്കിന് കേട്ടോ. ഇപ്പോൾ പണ്ടത്തെ KSRTC ഇത് ഇപ്പം അന്നത് മാനന്തവാടിക്ക് വന്ന് കൽപ്പറ്റയ്ക്ക് വന്ന് ഇതിപ്പോൾ മാനന്തവാടി ബസ് സ്റ്റാൻഡ് വന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഇത് സത്യത്തിൽ. പക്ഷേ കാഴ്ചയ്ക്ക് ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡ് പോലെയുള്ള കംപ്ലീറ്റ് KSRTC ബസ്സുകളെ നാടുകളിൽ മൊത്തം ഇതാണ് നമ്മുടെ ബസ്. മൈസൂരേക്ക് വന്ന ബസ്. ഇത് മാനന്തവാടിയിൽ 15 മിനിറ്റോട്ടം നിർത്തിയിടും. കണ്ടക്ടറും ഡ്രൈവറും ചായയെല്ലാം കുടിച്ചിട്ടാണ് വരുള്ളൂ. ഇപ്പം എന്തായാലും 15 മിനിറ്റാണ് അവിടെ നിർത്തിയിടുന്നത്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങൾ ലോങ് യാത്രയ്ക്ക് ഞാനിപ്പം KSRTCനെ പ്രിഫർ ചെയ്യും. ലോ ബഡ്ജറ്റിൽ യാത്ര ചെയ്യാൻ KSRTC ആണ് ബെറ്റർ. ഇപ്പം ഞങ്ങൾക്ക് പ്രൈവറ്റ് ബസ്സിലും ടൂറിസ്റ്റ് ബസ് കിടിലം ബസ്സുകളുണ്ട്, അത് വേറെ വിഷയം. അതിന് കണക്കായിട്ടുള്ള പൈസയുണ്ട്. പ്രൈവറ്റ് KSRTC പിന്നെ ഇപ്പോൾ താരതമ്യേന കുറവായിരിക്കുമല്ലോ. മാനന്തവാടി ബസ് സ്റ്റാൻഡ് ഒക്കെ ആയിട്ടെങ്കിൽ
ബസ് സ്റ്റാൻഡ് പണ്ടേ ഇങ്ങനെ തന്നെയാണ്, ഞാൻ കാണുന്ന മുതലേ ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കെ എസ് ആർ ടി സി കുമ്പന്മാർ നിരന്നുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നടുക്ക് നമ്മുടെ ബസ് ഉണ്ടാകും. ലുക്ക് കണ്ടത് അടിപൊളി. പ്രൈവറ്റ് ബസ് മുമ്പ് പ്രൈവറ്റ് ബസ് കാണാനാണ് ലുക്ക്, ഇപ്പം കെ എസ് ആർ ടി സി കാണാനാണ് ലുക്കായി മാറില്ല. പ്രൈവറ്റ് ബസ് ആയിരുന്നു തോന്നരുത് കേട്ടോ, അമ്മാതിരി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഗണേഷ് കുമാർ. എന്തായാലും നല്ല തന്നെ. അപ്പോൾ നമ്മൾ മാനന്തവാടിയിൽ നിന്ന് ഇനി നേരെ എന്താ കൊണ്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറപ്പെട്ട് കഴിഞ്ഞാൽ നേരെ നമ്മൾ കാട്ടിക്കുളം വഴിയാണ് പോവുക. ബസ് ഏകദേശം പുറപ്പെടേണ്ട സമയമായി. എന്തായാലും നമുക്ക് യാത്ര തുടരാം. യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് കർണാടക ബോർഡർ എത്തി. ഇതിപ്പം കർണാടക ബോർഡറിലേക്ക് കയറുകയാണ്. അതായത് ബാവലിപ്പുഴ, ഇത് ബാവലിപ്പുഴ കടന്ന പിന്നെ കർണാടക സ്റ്റേറ്റാണ്. ഇപ്പം കർണാടക സ്റ്റേറ്റിലേക്ക് കയറി ഓൾറെഡി. ഇനി കർണാടക സ്റ്റേറ്റിൽ ഈ റോഡിൽ കുറേ നല്ല റോഡുണ്ട്. ഇതിപ്പം കർണാടക സ്റ്റേറ്റിലേക്ക് കയറി കേട്ടോ. റോഡ് നല്ല റോഡുണ്ട്, കുറച്ചൊരു 5-6 കിലോമീറ്റർ. ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ റൂട്ടിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് തല്ലിപ്പൊളി. എന്തുകൊണ്ടാണ് ഇവർ ഈ റോഡ്, ഈ ഇൻ്റർസ്റ്റേറ്റ് റോഡ് ഇത്രയും തല്ലിപ്പൊളിയാക്കി ഇട്ടെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. അത് 2 സംസ്ഥാന സർക്കാരും അതിന് ശരിക്കൊരു എന്താ പറയുക, അതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യ ഇതാണ് കേട്ടോ. കാരണം ഈ റോഡിൻ്റെ സ്ഥിതി വളരെ 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 മോശം. ഇതിൽ അന്ധകാലത്തുള്ള റോഡാണ്. ഇതിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ റോഡ് അടിപൊളിയാണ്. കേരളത്തിന് ബാവലിപ്പുഴ വരെ സൂപ്പർ റോഡാണ് കേട്ടോ. കേരളത്തിൻ്റെ റോഡിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ല, കിടിലൻ റോഡാണ്. അത് കഴിഞ്ഞിട്ട് കർണാടക സ്റ്റേറ്റ് റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. അതിപ്പോൾ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ. ഞാനിപ്പോൾ ഇത് കാണാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി, 2-3-4 കൊല്ലം ഇതേപോലെ ഈ റോഡ് കാണുന്നത്. ഓക്കെ, ഇപ്പം ആ ബാവലിപ്പുഴ മുതൽ ഏകദേശം ഒരു 5 കിലോമീറ്റർ, മാക്സിമം ഒരു 5 കിലോമീറ്റർ റോഡ് ഓക്കെ ആക്കിയിട്ട് അതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെയാണ് സ്ഥിതി. പരിതാപകരം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു പരിതാപകരമായ റോഡ്. ഈ റോഡിലൂടെ ഈ വണ്ടിയെല്ലാം ഓടിച്ച് പോയി കഴിഞ്ഞാൽ മാനം കണ്ടെങ്കിൽ ശരിക്കൊരു അടിപൊളി യാത്ര തന്നെയാണ്. ഈ റോഡിലൂടെ ഇങ്ങനെ പോയി കണ്ടു കഴിഞ്ഞാൽ അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ്സിൻ്റെ എല്ലാം വണ്ടിൻ്റെ പരിപ്പളവും ഇപ്പം പിന്നെ കെ എസ് ആർ ടി സിനായിക്കോട്ടെ, ഏത് കാറിലായിക്കോട്ടെ, ഏത് വണ്ടി ആയിക്കോട്ടെ, എന്താ വെച്ചാൽ പരിപ്പളം ഈ ഇങ്ങനത്തെ റോഡിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ. ഇതിപ്പോൾ 5-10-25 കിലോമീറ്റർ ഇങ്ങനെ തന്നെയാണ്. ഇവരിതൊരു തരത്തിൽ നന്നാക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഇനി അടുത്ത കാലത്ത് നന്നാക്കില്ല. കേരള സർക്കാർ ഒന്ന് സമ്മർദ്ദം ചെലുത്തിയാൽ ചിലപ്പോൾ നന്നാകും. കാരണം കേരളത്തിലേക്ക് വരുന്ന വണ്ടികളാണ് മുഴുവൻ ഈ റൂട്ടിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് ബസ് ഓൾറെഡി ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടാണ്. നല്ല രസമില്ല, അടിപൊളി ചെറിയൊരു റെസ്റ്റോറൻറ്റ്. കാട് പ്രദേശമാണ്. മീൻസ് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് പോയ ഒരു ടൗൺ ഉണ്ട്. എന്നാലും ഒരു വേറൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ കേട്ടോ. ഇവിടെയാണ് ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തുന്നത്. ഇവിടുന്ന് ബാവലിക്ക് 34 കിലോമീറ്റർ ഉള്ളത്. 34 കിലോമീറ്റർ ഓൾറെഡി നമ്മൾ ഓടിക്കഴിഞ്ഞ് കർണാടക സ്റ്റേറ്റിലാണ് ഉള്ളത്. ഓക്കെ കേസ്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാ നല്ല രസമില്ലേ? ഇങ്ങനത്തെ ഇരുന്ന് ഭക്ഷണം കഴിക്ക് വേറൊരു വൈബായിരിക്കും അല്ലേ? നമ്മുടെ ബസ്സിൻ്റെ പുറകുവശം ഇത് എന്ത് തന്നെയാലും സെറ്റാണ് ഗീസ്. ഓക്കെ, സെറ്റാണ്. യാത്ര എപ്പോഴും എന്താ പറയുക, ഒരു അനുഭവം തന്നെ. നമ്മൾ ഓൾറെഡി മൈസൂർ ടച്ചായിട്ട് മൈസൂർ ഓൾറെഡി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗീസ്. മൈസൂർ എത്തിയെന്ന് തന്നെ വേണം പറയാം. ഇപ്പോൾ നമ്മൾ മൈസൂർ സിറ്റിയിലാണുള്ളത്. ഏകദേശം 12:30 കറക്റ്റ് 12:30 ഈ ബസ് മൈസൂർ എത്തും. അതായത് 6:45 വിട്ട് കഴിഞ്ഞാൽ 7:45, 8:45, 9:45, 10:45, 11:45, 12:45, 6 മണിക്കൂർ വേണ്ട, തികച്ച് 5 മണിക്കൂറും 3/4 മിനിറ്റും 45 മിനിറ്റും. അതിലിടക്ക് സംഭവം എന്ന് വെച്ചാൽ അത് കുറച്ച് നേരം ഭക്ഷണം കഴിക്കണം, അതിന് വേണ്ടി നിർത്തുന്നുണ്ടല്ലോ. എന്തായാലും 5 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ. ഇപ്പോൾ മൈസൂർ ബസ് സ്റ്റാൻഡിലുള്ളത്. നമ്മുടെ ബസ് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇതിപ്പം എനിക്ക് തോന്നുന്നു അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു പോകും തോന്നുന്നു തലശ്ശേരിക്ക് തന്നെ. അപ്പോൾ തലശ്ശേരിക്ക് യാത്ര ചെയ്യാനുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ 12:45 1 മണിക്കാന്ന് തോന്നി ഇത് അങ്ങോട്ടേക്ക് റിട്ടേൺ. 12:30 കറക്റ്റിന് മൈസൂരെത്തുന്ന ബസ്സാണ്. നേരെ തലശ്ശേരി ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രി 6:30 മണിക്കേക്ക് നമ്മുടെ നാട്ടിലൂടെ ഈ ബസ് പോകുന്നത്. അപ്പം മൈസൂർ ബസ് സ്റ്റാൻഡിലുള്ളത്. ഞാനിപ്പോൾ ബാംഗ്ലൂരേക്ക് പോകേണ്ട ഒരു തയ്യാറെടുപ്പിലുള്ള. ബാംഗ്ലൂരേക്ക് പോകുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ തരം ബസ്സുണ്ട്. ഒന്ന് ബാംഗ്ലൂരേക്ക് ഇഷ്ടംപോലെ നമുക്ക് ബസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് മൈസൂർ. ഓക്കെ, മൈസൂരിന് സെക്കൻഡ് വെച്ചിട്ട് ബസ്സാണ് ബാംഗ്ലൂരേക്ക്. പക്ഷേ പല ബസ്സിന് പല റേറ്റാണ്. അത് നമ്മൾ നോക്കി കയറണം. ഒന്ന് ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ട്, ഒന്ന് പിന്നെന്താ നോൺ സ്റ്റോപ്പ് ഉണ്ട്, ഒന്ന് എന്താ പറയുക, അങ്ങനെ ഒരു 3-4 തരം ബസ്സുകളുണ്ട്. ഈ ബസ്സിന് പല റേറ്റാണ്. 210 നോൺ സ്റ്റോപ്പ് ബസ്സിൻ്റെ പൈസ വരുന്നത്. പിന്നെ അതിൽ കുറഞ്ഞുണ്ടെന്ന് തോന്നുന്നു. അത് വന്നിട്ട് എല്ലാവരുടെയും നിർത്തി പോകുന്ന ബസ്സായിരിക്കും. പിന്നെ 410 രൂപ ഐരാവത്, വലിയ ബസ് 410 രൂപ. പിന്നെ 300 സംതിങ്ങിൻ്റെ വേറെ ബസ്സിന്. അങ്ങനെ ഒരുപാട് ബസ്സുകളുണ്ട്. നമുക്ക് ബാംഗ്ലൂരിലേക്ക് പോകുമ്പം എന്തെന്നാലും ആദ്യം കൺഫേം ആക്കിയിട്ട് കയറിയാൽ മതി കേട്ടോ. എത്രയാണ് പൈസ, ടിക്കറ്റിൻ്റെ പൈസ. ബസ്സിൻ്റെ ഇത് അനുസരിച്ചിരിക്കും ഇവരുടെ ടിക്കറ്റിൻ്റെ പൈസ. അപ്പം ഞാൻ ഓൾറെഡി മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു 210 ഒരു ബസ്സുണ്ട്. അത് നോൺ സ്റ്റോപ്പ് ബസ്സാണ്. നോൺ സ്റ്റോപ്പ് മൈസൂർ വിട്ട ബാംഗ്ലൂർ എടുത്ത്. പിന്നെ അതിൻ്റെ അകത്തുള്ളൊരു പ്രത്യേകത അറിയാം നിങ്ങൾക്ക്, കണ്ടക്ടർ ഡ്രൈവറെല്ലാം ഒരാളേ ഉള്ളൂ. ഈ കണ്ടക്ടർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡ്രൈവർ എന്നാ അനുസരിച്ച് എല്ലാവരെയും ബസ് കയറ്റും. അന്നേരം ആരോടും പൈസ വാങ്ങിക്കില്ല, ഒരാളുടെ പൈസ വാങ്ങിക്കില്ല. എല്ലാവരും ബസ് കയറ്റി ഇരുത്തി ബസ് മുന്നോട്ടെടുത്തിട്ട് കുറച്ച് ഒരു കിലോമീറ്റർ ദൂരം, 1.5 കിലോമീറ്റർ ദൂരം പോയിട്ട് ബസ് നിർത്തും ഒരു സ്ഥലത്ത്.
നിർത്തി കഴിഞ്ഞിട്ട് അവിടുന്ന് ഡ്രൈവറിങ് ഇറങ്ങി കണ്ടക്ടർ വേഗമായിട്ട് ഇറങ്ങും. എന്നിട്ട് എല്ലാവരോടും പൈസ വാങ്ങിക്കും. അതായത് നോൺ സ്റ്റോപ്പാണ്. ഡയറക്റ്റ് ബാംഗ്ലൂർ മാത്രമുള്ള പാസഞ്ചർ അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാവരോടും പൈസ വാങ്ങിച്ചിട്ട് നേരെ പോയി അത് ഡ്രൈവർ പണി കൊടുക്കും. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുമെന്നറിയില്ല.